ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നാടൻ തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പടവലങ്ങ കൊണ്ടുള്ളൊരു തീയല. ഞാനതിൻ്റെ പച്ചക്കറിയൊക്കെ അരിഞ്ഞൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വറുത്തരയ്ക്കുന്നത് അതിന് വേണ്ടുന്ന അരപ്പ് സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 8-10 മുളക് എടുത്ത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വറുത്തതിന് ശേഷം അതിനാവശ്യമായിട്ട് അരമുറി ചെറിയൊരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇരുമ്പ് ചട്ടിയിൽ അങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ചട്ടി നല്ലൊരു ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും വെന്ത് പോകത്തുമില്ല, മൂക്കത്തുമില്ല. അപ്പോൾ ഇനി അതിലേക്ക് ഞാനൊരു 2 ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മൺചട്ടിയിലാണ് ഞാൻ തീയലുണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 കറിവേപ്പില, കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ നമുക്കിട്ടൊന്ന് മൂപ്പിക്കണം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ചുവന്നുള്ളി എടുത്തേക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് വെക്കുന്നത് നല്ലത് തീയലിന്, നല്ല ടേസ്റ്റ്. സവാളയേക്കാളും നാടൻ കറിക്കൊക്കെ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒരിച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചെറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി, ചെറിയൊരു കളർ മാറിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പടവലങ്ങ ഇതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ആവി തന്നെ നല്ലപോലെ അത് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. ആദ്യം മുളകൊന്ന് നമുക്ക് ഈ വെള്ളം തൊടാതെ അരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം മുളകൊന്ന് നമുക്കിങ്ങനെ അരച്ചെടുക്കാം. മുളകൊന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് തേങ്ങയും മല്ലിയെല്ലാം കൂടെ വെച്ച് അരച്ചെടുക്കണം. അപ്പോൾ ആ മുളക് നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് ഒതുക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ കുറേശ്ശെ വെച്ച് വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ അരച്ചെടുക്കുന്നത് നല്ല. തീയലിനൊക്കെ നമ്മൾ മിക്സിയിലായാലും നമ്മൾ അങ്ങനെയല്ല അടിച്ചെടുക്കുന്നത്, കരകല്ലിൽ അങ്ങനെ അരക്കേണ്ടിയേ. അപ്പോൾ നല്ലപോലെ നമുക്ക് ഇങ്ങനെ അരയ്ക്കുമ്പോഴത്തേക്ക് ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. നല്ലപോലെ എല്ലാം നമുക്കൊന്ന് അരച്ച് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെറിയ പീസ് പുളി, ഒരിച്ചിരി മതി കേട്ടോ. തക്കാളിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഒത്തിരി വേണ്ട. അപ്പോൾ ഒരു ചെറിയ പീസ് പുളിയും കൂടെ വെച്ച് നമുക്ക് നല്ല പുളിയാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ച പുളിയൊന്നും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ പൊടിയും കൂടെ വെച്ച് ഒരു 2 കറിവേപ്പിലയും കൂടെ വെച്ച് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കല്ല് അരച്ച് വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അത് പ്രത്യേകിച്ച് തീയൽ, മീൻകറി, ഇതിനൊക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഉണക്ക മീൻകറി, അതിനൊക്കെ കല്ലിൽ അരച്ച് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ പച്ചക്കറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച പടവലവും തക്കാളിയും ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ കലക്കി ചേർത്ത് കൊടുക്കാം. ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ തിളച്ച് കുറുകി വരണമല്ലോ. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ അത് ഇച്ചിരി ഉപ്പല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒത്തിരി വെള്ളമായിട്ടെടുത്താൽ തീയൽ കൊള്ളത്തില്ല. അപ്പോൾ നമ്മുടെ തീയൽ ഇതാണ്ട് ഇവിടെ നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വറ്റിച്ചെടുക്കാം. ഒന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ നമ്മുടെ നല്ല തീയലിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കണ്ടോ തീയൽ നല്ല തിളയൊക്കെ മാറി അടിപൊളിയായിട്ട് വന്നിട്ടാണ്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി ഒരു നാടൻ തീയലിവിടെ, പടവലങ്ങ തീയലിവിടെ. ഇതുപോലെ തന്നെ നമ്മൾ പാവയ്ക്കൊക്കെ തീയൽ വെക്കുന്നത് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നല്ല വെള്ളരി ചോറും ഉണ്ട്, ചൂട് ചോറും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് മോര് കറിയും. ഇത് ഇന്നലത്തെ മത്തിയാകട്ടെ, ഇന്നലത്തെ മത്തി പറ്റിച്ചതാണ്. അപ്പോൾ അത് ഇച്ചിരി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും വേണ്ട, തീയലിൻ്റെ ഉള്ള ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഇനി ഇച്ചിരി മോരും കൂടെ ഇതിൽ നമുക്ക് ഒഴിക്കാം. നല്ല കട്ടിയായിട്ടുള്ള മോര് കറി കാച്ചിയതുണ്ടായിരുന്നു, അത് ഒഴിച്ച് വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് തീയലും കൂടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഇച്ചിരി തീയലും കൂടെ വെച്ച് കൊടുത്താൽ ഇതാ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കുടിക്കാൻ നമ്മൾ ദാഹശമനി കൊണ്ടുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെയും ബൈ.